കേറിവാടാ മക്കളയിൽ നാലാമത്തെ ചോദ്യം ഇതാ. ചിത്രത്തിൽ എം ജി സോമന്റെ വളരെ ഹിറ്റായ ഡയലോഗ് ആണ്, അവൾ ഒന്നുറക്ക കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ. ഇത് ആരെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്? എ അമ്പിളി, ബി ഗൗരി, സി സീത. അവൾ ഒന്നുറക്ക കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ. സാർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ സി സീത. 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 ഏതിലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ്? മാത്സ് ആണോ അതോ? തിരക്കേടില്ല, എനിക്ക് എല്ലാ സബ്ജക്റ്റും ഇഷ്ടം തന്നെയാണ്. പിന്നെ കുറച്ചുകൂടി ഇഷ്ടം ഹിന്ദി, അങ്ങനെ ലാംഗ്വേജസ് ആണ് കുറച്ചുകൂടി. ഹിന്ദി. കണക്ക് അത്ര എളുപ്പമല്ല. ഇഷ്ടമല്ല എന്നല്ല ആണ്, എന്നാലും അത്ര അതിനു വേണ്ടി അങ്ങനെ അങ്ങ് അല്ല. പരിശ്രമിക്കത്തില്ല. പരിശ്രമിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ജയിച്ചത് പ്ലസ് ടു. അപ്പൊ സീതയെ ഞാൻ എടുത്തിട്ട് പൂട്ടിക്കും. ഓക്കെ, ഞാൻ വെറുതെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഓക്കെ. 1 തൊട്ട് 100 വരെ എത്ര 9 ഉണ്ട്? 9 സാർ. 9 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. 9 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. 9 എണ്ണം ഉണ്ട്. തെറ്റാണ്, ഒന്നുകൂടെ ആലോചിച്ചോ. 9 പ്രാവശ്യമല്ലേ 9 വരുന്നുള്ളൂ അതിനകത്ത്? 99 2 പ്രാവശ്യമല്ലേ? അങ്ങനെ 2 9, 2 ഡിജിറ്റും കൂടെ. അപ്പൊ 10. എങ്കിൽ തെറ്റാ. ശരി പറയട്ടെ? ഓക്കെ, പറയാം. 9, 19, 29, 39, 49, 59, 69, 79, 89, 99 എന്ന് വരുന്നില്ലേ? 89 കഴിഞ്ഞ് 90, 91, 92, 93, 94, 95, 96, 97, 98, പിന്നെ 2 99, അങ്ങനെ 20 എണ്ണം ഉണ്ട്. ഓക്കെ, കറക്റ്റായിട്ട് കണക്ക് പഠിച്ചോണ്ട് വന്നില്ലെങ്കിൽ ഞാൻ എടുത്തു വെച്ച് പൂട്ടും. ഞാൻ പറഞ്ഞു ടീച്ചറൊക്കെ കൊല്ലും. അപ്പൊ സീത ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, യു വൺ അഗെയിൻ 1000 rupees. അപ്പൊ അഭിഷേക് 4 ചോദ്യങ്ങൾക്കും ശരി ഉത്തരം നൽകി. ഇനി 5ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം നൽകി കഴിഞ്ഞാൽ അടുത്ത സവാരി ഗിരിഗിരിയിൽ കയറാം. അത് കഴിഞ്ഞാൽ പിന്നെ രാജമാണിക്യം. പക്ഷെ സവാരി ഗിരിഗിരിയിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് വരുന്നുണ്ട്. അദ്ദേഹം ഒരു ക്രിക്കറ്ററാണ്, അതുപോലെ തന്നെ തമിഴ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് വിജയുടെ കൂടെ. അങ്ങനെ ഒരു പ്രശസ്തനായിട്ടൊരു വ്യക്തിയാണ്. അതൊരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. 5ാമത്തെ ചോദ്യം ഇതാ. ഈ സിനിമയ്ക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ആരാണ്? എ ഗിരീഷ് പുത്തഞ്ചേരി, ബി വേണി ഇഗ്നീഷ്യസ്, സി SP വെങ്കടേഷ്. സി ആണോ എന്നൊരു ഡൗട്ട്. അപ്പോ സി SP വെങ്കടേഷ് ആണ് പൂട്ടിയിട്ടിരിക്കുന്നത്. പാവം, അങ്ങനെ ഒരു പാവം മനുഷ്യനാണ് കേട്ടോ. അങ്ങനെ പൂട്ടാനൊന്നുമില്ല, അങ്ങനെ പറഞ്ഞ പോലെ കേൾക്കുന്നൊരു മനുഷ്യനാണ്. ഈ ഹിറ്റ്ലറിലെ പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഉണ്ട്. എന്തായിരുന്നു ആ സീന്? എനിക്ക് തോന്നുന്നു പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് ശോഭന മാമും പിന്നെ ബാക്കി 5 പേരും കൂടെ ഇന്ന് ഡാൻസ് ചെയ്യുന്നത്. ആ ഒരു സോങ് ആണ് പെട്ടെന്ന് ആദ്യം ഓർമ്മ വരുന്നത്. ആ സിനിമ കാണുമ്പോഴും കേൾക്കുമ്പോഴും പെട്ടെന്ന് മനസ്സിൽ വരുന്നത് അത് തന്നെ. ഇതച്ചത്തും കാറ്റേ കൊതിച്ചി പൂങ്കാറ്റേ ചിഞ്ചകരക്കം ചിഞ്ചകരക്കം മണിത്തുമ്പപ്പൂവിൽ തേനും തായോ ചിഞ്ചകരക്കം ചിഞ്ചകരക്കം ഓലൊലം തുടിച്ചു പാടാ ഓലക്കം മടിച്ചൊന്നാടാ മാണിക്കച്ചിറകിലേറാ മാമ്പൂവും തിരഞ്ഞു പാറാ മനസ്സിലൊരുത്സവമല്ലേ മതിമറന്നേറുകയല്ലേ അക്കരെ നിക്കണ ചക്കരമാവിലൊരുത്തിരി പുത്തിരി മുന്തിരി മണിയുടെ ദത്തര 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 ദത്തര. അതിന്റെ വരി ഞാൻ ഈ പാട്ട് പാടിയിട്ടുണ്ട്. ഞാനും ചിത്രയും കൂടാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരി വന്നപ്പോഴത്തേക്ക് അതും ഒറ്റ ടേക്കിൽ എടുക്കണ്ടേ. ഇപ്പോഴാണെങ്കിൽ പഞ്ച് ചെയ്തൊക്കെ എടുക്കാം. അപ്പോൾ അന്ന് ഈ ഒരൊറ്റ ടേക്കിൽ ഞാൻ സകല ദൈവങ്ങളെയും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇങ്ങനെ മതിമറന്നേറുകയല്ലേ ഒരു വലി വലിച്ചിട്ടുണ്ടല്ലോ. അക്കരെ നിൽക്കുന്ന ദൈവാധീനത്തിന് അവസാനം വരെ വന്നു. പക്ഷേ പാട്ടില് എനിക്കൊരു സ്ഥലത്തേ ഉള്ളൂ, ചിത്രയ്ക്ക് 2 സ്ഥലത്തോട്ട്. അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ എന്തായാലും എൻ്റെ ഓർമ്മകളൊക്കെ ഒന്ന് തിരിച്ചു പിടിച്ച് ഞാൻ AVMG തിയേറ്റർ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, മദ്രാസിൽ. സോ SP വെങ്കടേഷ് ആണ് കൂട്ടിയിട്ടിരിക്കുന്നത്.
SP വെങ്കടേഷ് പറയാണ്, ഞാനാണേ ഈ പാട്ട് ചെയ്തത്. സോ കൺഗ്രാറ്റുലേഷൻസ് അഗൈൻ, യു വൺ 1000 rupees നൗ. 5000 രൂപ സമ്മാനമായി നേടിയിരിക്കുകയാണ്. ഇപ്പൊ അക്കൗണ്ടിൽ എത്തിക്കാണ്. അതാണല്ലോ ഇതിന്റെ ഒരു ഇത്.